ഇന്നത്തെ ടോപ്പിക്ക് ഡിനോവോ സിന്തസിസ് ഓഫ് പിരമിഡീൻസ്. പിരമിഡിൻ്റെ ആദ്യം ഫസ്റ്റ് ജനറൽ സ്ട്രക്ചർ നോക്കാം. ഇതാണ് ജനറൽ പിരമിഡിൻ റിങ്. ഇതിൽ ഫസ്റ്റ് ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ സോഴ്സ് CO2, ഈ നൈട്രജൻ ആറ്റത്തിൻ്റെ സോഴ്സ് ഗ്ലൂട്ടാമൈൻ അമൈൻ ആസിഡ്, പിന്നെ ബാക്കി എല്ലാ ആറ്റംസും അസ്പാർട്ടേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഗ്ലൂട്ടാമൈൻ, CO2 ആൻഡ് അസ്പാർട്ടേറ്റ് ആണ് മെയിൻ സബ്സ്ട്രേറ്റ്സ് പിരമിഡിൻ സിന്തസിസിൽ. ഈ പിരമിഡിൻ സിന്തസിസിൻ്റെ എല്ലാ സ്റ്റെപ്സും സൈറ്റോസോളിക്കാണ്, സൈറ്റോപ്ലാസ്റ്റിൽ നടക്കണേ, എക്സെപ്റ്റ് ഒരു സ്റ്റെപ്പ്. അത് ഈ ഡൈഹൈഡ്രോ റോട്ടേറ്റ് ഡീഹൈഡ്രജനേസ്, അത് മാത്രം മൈറ്റോകോൺട്രിയയിലാണ്. ബാക്കി എല്ലാ സ്റ്റെപ്സും സൈറ്റോപ്ലാസ്റ്റിൽ നടക്കണം. പിന്നെ സബ്സ്ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞു, ഗ്ലൂട്ടാമൈൻ ഉണ്ട്, CO2 ഉണ്ട്, അസ്പാർട്ടേറ്റ് ഉണ്ട്. അതല്ലാണ്ട് പിരമിഡിൻ ന്യൂക്ലിയേറ്റഡ് ആണല്ലോ നമ്മൾ സിന്തസൈസ് ചെയ്യണേ. ന്യൂക്ലിയേറ്റഡ് ആവണമെങ്കിൽ റൈബോസും വേണം, ഫോസ്ഫേറ്റും വേണം. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റൈബോസൈ ഫോസ്ഫേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന PRPP ഉണ്ട്. അപ്പോൾ ഇത് നാലെണ്ണമാണ് പിരമിഡിൻ ന്യൂക്ലിയോടൈഡിൻ്റെ സിന്തസിസിലെ സബ്സ്ട്രേറ്റ്സ്: ഗ്ലൂട്ടാമൈൻ, CO2, അസ്പാർട്ടേറ്റ്, PRPP. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂട്ടാമൈനും CO2 കമ്പൈൻ ചെയ്തിട്ട് കാർബമോയിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഈ കാർബമോയിൽ ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ ഈ എൻസൈം CPS2. ഇതുപോലത്തെ സെയിം റിയാക്ഷനാണ് യൂറിയ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് CPS1 വഴി കാർബമോയിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ CPS2 വഴി ഗ്ലൂട്ടാമൈനും CO2 കമ്പൈൻ ചെയ്ത് കാർബമോയിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവണം. ഒരു ATP ഈ സ്റ്റെപ്പിൽ ഉപയോഗിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ കാർബമോയിൽ ഫോസ്ഫേറ്റിലെ കാർബമോയിലിനെ അസ്പാർട്ടേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനാണ് എൻസൈം അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബമോയിലേസ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റെപ്പ് യൂറിയ സൈക്കിളിൽ സെക്കൻഡ് സ്റ്റെപ്പും സിമിലർ ആണ്. അതിൽ കാർബമോയിൽ ഗ്രൂപ്പ് ഓർണിത്തീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് സിട്രലിൽ ഉണ്ടാവണം. ഇവിടെ കാർബമോയിൽ ഗ്രൂപ്പ് കാർബമോയിൽ ഫോസ്ഫേറ്റിൽ നിന്ന് അസ്പാർട്ടേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കാർബമോയിൽ അസ്പാർട്ടേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ അസ്പാർട്ടേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കമ്പൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മേജർ സോഴ്സ് ഓഫ് ആറ്റംസ് അസ്പാർട്ടേറ്റ് ആണ്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബമോയിൽ അസ്പാർട്ടേറ്റ് എന്ന് വാട്ടർ റിലീസ് ചെയ്യാം. അതിനുള്ള എൻസൈം ഡൈഹൈഡ്രോ ഒറോട്ടേസ്. അപ്പോൾ കാർബമോയിൽ അസ്പാർട്ടേറ്റിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്ത് ഡൈഹൈഡ്രോ ഒറോട്ടിക് ആസിഡ് ആവും. അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് മാത്രമേ മൈറ്റോകോൺട്രിയയിൽ നടക്കുള്ളൂ. അപ്പോൾ ഡൈഹൈഡ്രോ ഒറോട്ടിക് ആസിഡ് ഡീഹൈഡ്രജനേസ് വഴി ഒറോട്ടിക് ആസിഡ് ആവണം. അപ്പോൾ ഈ എൻസൈം ഡീഹൈഡ്രജനേസ് ആയ കാരണം H2 ഹൈഡ്രജൻ പോകണം. ഡൈഹൈഡ്രോ ഒറോട്ടിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ പോകണത് NAD+ലോട്ടാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ റിഡക്ഷൻ നടക്കുന്ന കാരണം NAD+ലോട്ടാണ് ഹൈഡ്രജൻ പോയിട്ട് NADH2 ഉണ്ടാവണം. ഈ സ്റ്റെപ്പിൽ മാത്രം NADH2 ഉണ്ടാവണം. ഈ സ്റ്റെപ്പ് മൈറ്റോകോൺട്രിയയിൽ മാത്രമാണ്. പിന്നെ ഈ സ്റ്റെപ്പിന് റെഗുലേഷനിൽ റോളും ഇല്ല. പിന്നെ ഇവിടെ ഒറോട്ടിക് ആസിഡ് ഉണ്ടായി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഒറോട്ടിക് ആസിഡിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, PRPP-ന്ന് റൈബോസൈ ഫോസ്ഫേറ്റ് ഉണ്ടാവണം. റൈബോസൈറ്റ് ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ PRPP-ന്ന് റൈബോസൈ ഫോസ്ഫേറ്റ് ഒറോട്ടിക് ആസിഡ് ഡൊണേറ്റ് ചെയ്തു. അതായത് ഒറോട്ടേറ്റ് ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. ഈ എൻസൈമാണ് ഈ സ്റ്റെപ്പ് മീഡിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഒറോട്ടിക് ആസിഡിലോട്ട് റൈബോസൈ ഫോസ്ഫേറ്റ് വന്നാൽ അത് OMP ആവും, ഓറോട്ടോഡിൻ മോണോഫോസ്ഫേറ്റ്. ഈ OMP ആണ് ഈ സിന്തസിസിലെ പാരന്റ് ന്യൂക്ലിയോടൈഡ്. കാരണം ഇതുവരെ ന്യൂക്ലിയോടൈഡ് ആയിട്ടില്ല. റൈബോസും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും വേണ്ടേ ന്യൂക്ലിയോടൈഡ് ആവാൻ. അപ്പോൾ ഈ സ്റ്റെപ്പിലാണ് OMP ഫോം ചെയ്യുമ്പോൾ ഇതാണ് പാരന്റ് ന്യൂക്ലിയോടൈഡ്, ഓറോട്ടോഡിൻ മോണോഫോസ്ഫേറ്റ്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ OMP-ന്ന് CO2 കളയണം. അപ്പോൾ OMP ഡീകാർബോക്സിലേസ് വഴി CO2 പോയിട്ട് യൂറിഡിൻ മോണോഫോസ്ഫേറ്റായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിരമിഡിൻ ന്യൂക്ലിയോടൈഡാണ് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ്. പിന്നെ യൂറിഡിൻ മോണോഫോസ്ഫേറ്റിലോട്ട് പിന്നെ UTP ആക്കണമെങ്കിൽ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ATP എന്നുള്ള ഫോസ്ഫേറ്റ് കൈനേസ് വഴി UMP-ലോട്ട് ഒരു ഫോസ്ഫേറ്റ് ആഡ് UDP ആയി. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്താൽ UTP ആയി. അപ്പോൾ യൂറിഡിൻ പിരമിഡിൻ്റെ സിന്തസിസ് പഠിച്ചു. പിന്നെ അടുത്തത് CTP, അത് സൈറ്റഡിൻ ട്രൈഫോസ്ഫേറ്റ്, അത് അടുത്ത പിരമിഡിൻ. ഇപ്പോൾ UTP-ലോട്ട് നമ്മൾ NH2 ട്രാൻസ്ഫർ ചെയ്യണം, അമോണിയ ട്രാൻസ്ഫർ ചെയ്യണം, അമീൻ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസമീനേസ് വഴി UTP-ലോട്ട് നമ്മൾ അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസമീനേസ് വഴി UTP-ലോട്ട് അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്തു. ഈ അമൈനോ ഗ്രൂപ്പ് ഗ്ലൂട്ടാമൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടാമൈൻ അമൈനോ ഗ്രൂപ്പ് പോയാൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആവും.
ഈ അമൈനോ ഗ്രൂപ്പ് UTP പോയിട്ട് CTP ആവും. ഈ സ്റ്റെപ്പിലൊരു ATP ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ CTP ആണ് നമ്മുടെ രണ്ടാമത്തെ പിരിമിഡിൻ ന്യൂക്ലിയോടൈഡ്. പിന്നെ ലാസ്റ്റായിട്ട് TMP, അത് തൈമിഡിൻ മോണോഫോസ്ഫേറ്റ്. തൈമിഡിൻ നമുക്കറിയാം DNA മാത്രമേ ഉണ്ടാവുള്ളൂ. തൈമിൻ അത് തന്നെ ഡീഓക്സി സ്റ്റേറ്റിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ വെറുതെ ഡയറക്റ്റ്ലി സിന്തൈസ് ചെയ്യാൻ പറ്റില്ല TMP. അത് കാരണം UDP വെച്ച് തുടങ്ങുന്നുണ്ട്. UDPന്ന് നമ്മൾ ഓക്സിജൻ കളയണം. അപ്പോൾ UDPന്ന് ഓക്സിജൻ കളയണമെങ്കിൽ റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്റ്റേസ് വേണം. അപ്പോൾ UDPന്ന് ഓക്സിജൻ പോയിട്ട് ഈ തയോറിഡോക്സ് എന്ന് പറഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, അതിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ തയോറിഡോക്സിൽ പോണ ഹൈഡ്രജൻ പോയിട്ട് NADP+ അടിച്ച് NADPH+ ഉണ്ടാവും. ഈ സ്റ്റെപ്പിൽ ബേസിക്കലി UDPയുടെ ഓക്സിജൻ റിമൂവലാണ് നടക്കണേ. ഓക്സിജൻ തയോറിഡോക്സിനെ ഓക്സിഡൈസ് ചെയ്യും. ഈ തയോറിഡോക്സിൽ നിന്ന് പോണ H2 NADP+ റെഡ്യൂസ് ചെയ്ത് NADPH ഉണ്ടാവും. ഈ സ്റ്റെപ്പിൽ NADPH ഉണ്ടാവണം. NADH2 അല്ല, NADPH2 ആണ്, അത് ഓർത്തിരിക്കണേ. അപ്പോൾ UDP ഡീഓക്സി UDP ആയി. ഈ ഡീഓക്സി UDPന്ന് ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്താൽ DUMP ആയി. പിന്നെ ഈ DTMP സിന്തസൈസ് ചെയ്യാനുള്ള ഫൈനൽ സ്റ്റെപ്പാണ്. അപ്പോൾ DUMPന്ന് DTMP ആക്കണമെങ്കിൽ നമുക്കറിയാം തൈമെന്ന് വെച്ചാൽ 5-മീഥൈൽ യുറാസിലാണ്. അപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ DUMPയിലോട്ട് മീഥൈൽ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻസൈമാണ് തൈമിഡൈലൈറ്റ് സിന്തേസ്. അതിൽ NF5 N10 THA എന്ന് മീഥൈൽ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് DTMP ഉണ്ടായി. നമ്മുടെ 3 പിരമിഡിൻ ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ആയി. അതായത് UMP ഉണ്ടായി, CMP ഉണ്ടായി, CTP ഉണ്ടായി, പിന്നെ TMP ഉണ്ടായി. ഈ സ്റ്റെപ്പിലൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് നമ്മൾ ഫോളിക് ആസിഡ് ചാപ്റ്റർ എടുത്ത് പഠിച്ചിരുന്നു. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയിൽ ഈ സ്റ്റെപ്പ് നടക്കില്ല. അത് കാരണമാണ് DNA സിന്തസിസ് നടക്കാത്തത്. പിന്നെ ഈ ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് തിരിച്ച് THFA ആക്കിയാലേ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റെഗുലേഷൻ്റെ കാര്യം എത്തുമ്പോൾ 2 കോംപ്ലക്സസ് ഉണ്ട്. ഫസ്റ്റ് 3 സ്റ്റെപ്സിലെ എൻസൈംസ് ഒരു കോംപ്ലക്സ് ആണ്, അതായത് CAD. പിന്നെ നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയയിലെ എൻസൈമിന് റെഗുലേഷനിൽ റോളില്ല. പിന്നെ ലാസ്റ്റ് എൻസൈംസ്, അതായത് നമ്മുടെ OPRTs, റൊട്ടേറ്റ് ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസും ലാസ്റ്റ് സ്റ്റെപ്പിൽ OMP ഡീകാർബോക്സിലേസും വേറൊരു കോംപ്ലക്സ് ആണ്. ഈ 2 കോംപ്ലക്സാണ് റെഗുലേഷനിൽ മെയിനായിട്ടുള്ളത്. പിന്നെ അനലോസ്റ്ററിക് റെഗുലേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് 2 എൻസൈംസിന് മാത്രമേ റോളുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻസൈം CPS2, കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 2, അതിനെ ഇൻഹിബിറ്റ് ചെയ്യണത് ഫീഡ്ബാക്ക് ഇൻഹിബിഷനാണ്. UTP ആണല്ലോ ഫൈനൽ പ്രൊഡക്റ്റ് സിന്തസിസിൻ്റെ. അപ്പോൾ UTP ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കൊടുക്കും. പിന്നെ നമ്മുടെ സബ്സ്ട്രേറ്റ്സിൽ ഒരാളാണ് PRPP. അപ്പോൾ ഇത് ഫീഡ് ഫോർവേഡ് ആക്ടിവേഷൻ കൊടുക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ എൻസൈം, അത് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമൈലേസ്, ഇതിനെ നെഗറ്റീവ് ഇൻഹിബിഷൻ കൊടുക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റായി UTP CTPയും. പിന്നെ പോസിറ്റീവ് ആക്ടിവേഷൻ കൊടുക്കുന്നത് സബ്സ്ട്രേറ്റ്സായ PRPPയും പിന്നെ ATP ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഡിനോവോ സിന്തസിസ് ഓഫ് പിരമിഡിൻസിൻ്റെ സമ്മറി. താങ്ക് യു.